മാസോക്കിസം എന്നത് ഒരു പാരാഫീലിയാണ്. ശാരീരികമായ വേദനയും അവഗണനയും ഒക്കെ അനുഭവിക്കുന്നത് വഴി സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഇത് എന്നുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇമോഷണൽ മാസോക്കിസത്തിനെ പറ്റിയിട്ടാണ്. അതായത് മാനസികമായിട്ടുള്ള വേദനകളും അവഗണനയും ഒറ്റപ്പെടലും ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിലും ഒക്കെ പോകുന്നത് വഴി അവർക്ക് ഒരു പരിചിതത്വവും സമാധാനവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ കിട്ടുന്ന അവസ്ഥ. പലപ്പോഴും വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോഴും മാനസികമായി വളരെ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും അവർക്ക് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും ഗ്രാറ്റിഫിക്കേഷനും ഒക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ്. പലരും ഇതുപോലെയുള്ള ടോക്സിക് ബന്ധങ്ങളിൽ തേടി പോകുന്നതും കാണാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആ ബന്ധത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാതെ ആ ബന്ധത്തിൽ തന്നെ തുടർന്നുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഒരു പരിചിതത്വവും ഒക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നതിനെയാണ് ഇമോഷണൽ മാസോക്കിസം എന്ന് പറയുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇമോഷണൽ മാസോക്കിസത്തിനെ പറ്റിയിട്ടാണ്. അങ്ങനെ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്താനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്, അതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്, അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനും രക്ഷപ്പെടാനുമുള്ള വഴികൾ എന്തെല്ലാമാണ് എന്നുള്ളതൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. മനുഷ്യന്റെ ഇമോഷൻസ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അതിൽ തന്നെ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന അമ്പരിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇമോഷണൽ മാസോക്കിസം എന്നുള്ളത്. പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് മാനസികമായി വേദന അനുഭവിക്കുന്നതിൽ നിന്ന് സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ലഭിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഉണ്ടോ എന്ന് തന്നെ പലർക്കും നമുക്കൊരു സംശയം ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില വ്യക്തികൾ അങ്ങനെയുണ്ട്. അങ്ങനെ ചില വ്യക്തികൾ ആ ഒരു അവസ്ഥയിലേക്ക് കടക്കാൻ, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ പറയുവാണ് എന്നുണ്ടെങ്കിൽ അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ, അവരെ പേരന്റ് ചെയ്ത പേരന്റിങ് രീതികൾ, അതുപോലെ അവർ ഇടപഴകിയ ആൾക്കാർ, ഇവരിൽ നിന്നൊക്കെ പലപ്പോഴായിട്ട് തങ്ങൾ അത്രത്തോളം വിലയില്ലാത്തവരാണ് അല്ലെങ്കിൽ തങ്ങൾ വേദന അർഹിക്കുന്നവരാണ് എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ അവരുടെ മനസ്സിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാരണം എന്നുള്ളത് അവരിടപഴകിയിട്ടുള്ള മറ്റുള്ള ആൾക്കാരുടെ ബന്ധങ്ങൾ, പലപ്പോഴും തെറ്റായിട്ടുള്ള ബന്ധങ്ങൾ അവർ വെച്ച് പുലർത്തുന്നത് കാരണം, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങൾ നിലനിന്ന് മുന്നോട്ട് പോകുന്നത് കാരണം, അത് അനുഭവിച്ച് മുന്നോട്ട് പോകുന്നത് കാരണം ഈ വ്യക്തികൾ അത് കാണുകയും അതാണ് ശരി എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവരിൽ ഉണ്ടാവുകയും അത് അവരുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതും അതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ചൈൽഡ്ഹുഡിൽ അനുഭവിച്ചിട്ടുള്ള ലോൺലിനെസ്, ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ വിവേചനം, അല്ലെങ്കിൽ അബ്യൂസുകൾ, അത് സെക്ഷൽ ആവാം, ഇമോഷണൽ ആവാം, വെർബൽ അബ്യൂസ് ആവാം, ഏത് തരത്തിലുള്ളതാണെങ്കിലും ട്രോമകൾ, ഇതൊക്കെ വലുതാകുമ്പോൾ അവരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അവർ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണങ്ങളാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നെഗറ്റീവ് ഇമോഷൻസിനെ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷനോട് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സിനോട് ഒക്കെ ചേർത്ത് വെക്കുന്നത് കാരണവും ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പലരും അവർ അനുഭവിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇമോഷണൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അതിനെ കോപ്പ് ചെയ്യാനുള്ള ഒരു അൺഹെൽത്തി കോപ്പിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഇമോഷണൽ മാസോക്കിസം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ചിലരാണെങ്കിൽ അവര് നമ്പായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അവർക്ക് ടു ഫീൽ സംതിങ്, അവര് ആ ഒരു വേദന അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു, അവര് ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വരാനായിട്ട് അവർ ആ വേദന അനുഭവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇതൊക്കെയാണ് പലപ്പോഴും ഇതിന്റെ കാരണങ്ങൾ എന്നുള്ളത്. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. പല വ്യക്തികളും ഇതുപോലത്തെ ടോക്സിക് ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങൾ തേടി പോകാനുള്ള സാധ്യതയുണ്ട്. ചില ആൾക്കാർ വന്ന് പറയാറുണ്ട്, ഡോക്ടറെ എൻ്റെ എല്ലാ ബന്ധങ്ങളും അവസാനം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എവിടെ പോയി ഏതൊരു ബന്ധത്തിൽ ഏർപ്പെട്ടാലും അതൊരു അൺഹെൽത്തി റിലേഷൻ ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ അങ്ങനത്തെ ബന്ധങ്ങളിലേക്ക് തേടി പോകുന്നുണ്ടോ എന്നുള്ളത്. ചിലർക്ക് ഹെൽത്തി ബന്ധങ്ങൾ ബോറടിക്കാറുണ്ട്. കാരണം ആ ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ കടന്നാൽ മാത്രമേ അവർക്ക് സമാധാനവും സന്തോഷവും ലഭിക്കൂ എന്നൊരവസ്ഥയിലേക്ക് പലരും എത്താറുണ്ട്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത്രത്തോളം ഇമോഷണൽ റോളർ കോസ്റ്ററുകൾ ഉണ്ടാവാറില്ല. അപ്പോൾ അത് അവർക്ക് പലപ്പോഴും ആ ഒരു സേഫ്റ്റി, സെക്യൂരിറ്റി ഒക്കെ അവർക്ക് ബോറടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ തേടി പോകുന്നുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക.
മറ്റൊരു ഒരു ലക്ഷണം എന്നുള്ളത് അവര് സ്വയം ഹാനി വരുത്തുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുമ്പോൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ഉപയോഗം വരാം, പ്രോക്രാസ്റ്റിനേഷൻ വരാം, അല്ലെങ്കിൽ വിജയിക്കുമെന്ന സാധ്യത തള്ളിക്കളയാനുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പാണ് പക്ഷെ അത് ചെയ്യാതിരിക്കുക പോലെയുള്ള സ്വയം ബുദ്ധിമുട്ടിലേക്കോ അല്ലെങ്കിൽ ഹാനിയിലേക്കോ പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിന് സാധ്യതയുണ്ടെങ്കിൽ പോലും അതിന് ശ്രമിക്കാതെ ഹെൽപ്പ് സീക്കിയാതെ ഇരിക്കുന്നത്, സ്വയം മുറിവേൽപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വയം ശിക്ഷിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കുറ്റബോധത്തിലൊക്കെ ജീവിക്കുന്ന ഒരവസ്ഥ ഇതിന്റെ ലക്ഷണമായിട്ട് കാണാറുണ്ട്. അതുപോലെ അവർക്ക് ഒരു വിജയം ഉണ്ടായി അല്ലെങ്കിൽ അവരെ ആരെങ്കിലും പ്രശംസിക്കുവാണ്, അവരുടെ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ പറയുവാണ് എന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അവർക്ക് കാണാറുണ്ട്. പിന്നെ സങ്കടം, വിഷമം, ഗിൽറ്റ്, നിരാശയിലൂടെയൊക്കെ കടന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളിലേക്ക് മനഃപൂർവ്വം ചെന്ന് കയറാനായിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം അത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കും, കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും, എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ഇമോഷണൽ മാസോക്കിസത്തിന്റെ കാരണങ്ങളും ലക്ഷണങ്ങളും നമ്മളിപ്പോൾ സംസാരിച്ചു. ഇനി നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കടക്കാം എന്നുള്ളത് നോക്കാം. ഇതിന്റെ അണ്ടർലൈങ് ആയിട്ട് മറ്റെന്തെങ്കിലും മാനസികമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും മാനസിക അസുഖങ്ങൾ, വിഷാദമോ ഉത്കണ്ഠയോ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മരുന്നുകൾ ആവശ്യമായിട്ട് വന്നേക്കാം. അങ്ങനെ ഇല്ല, വേറെ കാരണങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചികിത്സാ രീതി എന്ന് പറയുന്നത് തെറാപ്പിയാണ്, സൈക്കോതെറാപ്പിയാണ്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെയുള്ള ചികിത്സാ രീതികളാണ്. അപ്പോൾ ഈ സൈക്കോതെറാപ്പിയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത്, വീണ്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, ഇതൊരു മാജിക്കൽ ട്രീറ്റ്മെന്റ് അല്ല, ഒരു പ്രാവശ്യം കണ്ടതുകൊണ്ട് എല്ലാം ശരിയാവുന്ന ഒരു അവസ്ഥയൊന്നും അല്ല എന്നുള്ളത് മനസ്സിലാക്കി വളരെ എന്താണ് ഇതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഒരു എക്സ്പെക്ടേഷൻസ് വെക്കാനായിട്ട് ശ്രമിക്കുക. അതല്ലാണ്ട് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് കൊണ്ട് ഒരിക്കലും ചികിത്സയ്ക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും പേഷ്യൻസ് വന്നിട്ട് ഒരു പ്രാവശ്യം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കണം എന്നൊക്കെയുള്ള ഫോൾസ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസുമായിട്ട് പലപ്പോഴും പേഷ്യൻസ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത്. അതുപോലെ സൈക്കോതെറാപ്പി ഇഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് വളരെയധികം എഫർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് മാറ്റാനുള്ള പല വഴികൾ പറഞ്ഞു തരാനായിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് തെറാപ്പിസ്റ്റിന് സാധിക്കും. പക്ഷെ അതെല്ലാം പ്രാവർത്തികമാക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്താൽ മാത്രമേ അതിനൊരു എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. സോ സൈക്കോതെറാപ്പി, ഈ ഒരു അവസ്ഥയിൽ സൈക്കോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല കാര്യങ്ങളാണ്. ഒന്ന്, എന്തുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനത്തെ ചിന്താഗതി ഉണ്ടായി എന്നുള്ളത് കാരണം കണ്ടെത്തുക, അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള വഴികൾ പറഞ്ഞു തരിക എന്നുള്ളത്. രണ്ട്, നമ്മളുടെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്, അതായത് തെറ്റായിട്ടുള്ള ചിന്താഗതികളെ മനസ്സിലാക്കുകയും അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത്. പോസിറ്റീവായിട്ടുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസ്, നമുക്ക് ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്ന സമയത്ത് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പോസിറ്റീവായിട്ടുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസ് പഠിച്ചെടുക്കുക, അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുക, നമ്മളുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും കൂടാനുള്ള വഴികൾ കണ്ടെത്തുക, റിലാക്സേഷൻ ടെക്നിക്സ്, സ്ട്രെസ് മാനേജ്മെന്റ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ ബിഹേവിയർ തെറാപ്പി എന്നുള്ളത്, അല്ലെ സൈക്കോതെറാപ്പി എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, തെറാപ്പിസ്റ്റിന് നിങ്ങൾക്ക് വഴികൾ പറഞ്ഞു തരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് പ്രാവർത്തികമാക്കേണ്ടതും പ്രാക്ടീസ് ചെയ്യേണ്ടതും നിങ്ങൾ ഓരോരുത്തരുമാണ്. അതിന് ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതും മനസ്സിലാക്കുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇമോഷണൽ മാസോക്കിസം എന്ന ഒരു ടോപ്പിക്ക് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ്സ് എഴുതുക. മറ്റു വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.